എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യവും പദ്ധതിയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കും എൻ്റെ യേശു നിങ്ങളെ ഒരിക്കലും പോകാൻ അനുവദിക്കത്തില്ല. എൻ്റെ ദൈവം നിങ്ങളെ അയക്കത്തില്ല. ഇന്ന് നാം പോകേണ്ടതും നമ്മൾ നേരിടേണ്ടതുമായ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ സങ്കടങ്ങളോ ഭയങ്ങളോ നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ അതങ്ങ് മാറ്റിയേരെ. എൻ്റെ തലമുറകൾ തോൽക്കുന്നവരല്ല, അവരെ ഞാനാണ് നടത്തുന്നത്, അവരെ ഞാൻ കൊണ്ടുപോകുന്നത്. അവർ കണ്ടിട്ടില്ലാത്ത ജയങ്ങൾ അവരെ കാണിക്കേണ്ടതിനും അവർ കണ്ടിട്ടില്ലാത്ത വൻ പ്രവൃത്തികൾക്ക് അവരെ സാക്ഷികളാക്കേണ്ടതിനുമാണെന്ന് ദൈവാത്മാവ് പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ വലിയ സമൃദ്ധിയുള്ള ഇന്നത്തെ ഈ ഒരു ദൈവിക ആലോചനയിലേക്ക് നിങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ഒരുപാട് സ്നേഹത്തോടെ എൻ്റെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പ്രവചനദൂത് അല്പം വൈകിയാണ് എല്ലാവർക്കും ലഭിക്കുന്നത്. എൻ്റെ തൊണ്ടയ്ക്ക് സാരമായൊരു പ്രശ്നമുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ചെറിയൊരു ജലദോഷം വന്നതാണ്. അതേ തുടർന്ന് ഒരു ചുമ വന്നു. പിന്നെ ശബ്ദം എനിക്ക് വേണ്ടത്ര നല്ല നിലയിൽ ലഭിക്കാതായി. അപ്പോൾ സാധാരണ ഇതിൻ്റെ സംപ്രക്ഷേപണവും ഷൂട്ടിങ്ങും ഒക്കെ നടക്കുന്നത് രാത്രിയിലാണ്. രാത്രിയായാൽ പിന്നെ ശബ്ദം നല്ല നിലയിൽ ലഭിക്കാതായപ്പോഴാണ് അല്പം വൈകിയത്. ഒത്തിരി പ്രിയപ്പെട്ടവർ വിളിച്ചന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും നല്ലൊരു കരുതൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് പ്രാർത്ഥനയുടെയും കൈത്താങ്ങലിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം ഭാഗമായിട്ട് ലഭിച്ചു. ഞാനതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ വീണ്ടും കഴിവതും നേരത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഈ ശുശ്രൂഷ എത്തിക്കുന്നതിൽ ഞാൻ ജാഗ്രത പാലിച്ചു കൊള്ളാമെന്ന് വളരെ സന്തോഷത്തോടുകൂടെ വിനയത്തോടുകൂടെ അറിയിക്കട്ടെ. മനഃപൂർവ്വം അതിനെ ഒഴിവാക്കിയതല്ല, സാഹചര്യവശാൽ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. പലരും ഒരുപാട് പ്രതീക്ഷയോടുകൂടെ ഈ ശുശ്രൂഷ കേട്ട ശേഷമാണ് അവരുടെ പ്രതിദിന ജീവിതകൃത്യങ്ങൾ ആരംഭിക്കാറുള്ളത്. വേറെ ചിലർ 2-3 തവണ ഒരു ദിവസം കേൾക്കുന്നവരുണ്ട്. മറ്റു ചിലർ ഇത് കേട്ട ശേഷം ഉറങ്ങാൻ പോകുന്നവരുണ്ട്. വിവിധ ടൈം സോണുകളിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സമയത്ത് ലഭിക്കുന്നത് പലരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് 4 കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി സംസാരിക്കുന്നു. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരർത്ഥവും മാനവും കൽപ്പിച്ചു തരിക മാത്രമല്ല, ഒരസാധാരണമായ ദൈവപ്രവൃത്തിയായി നിങ്ങളുടെ ജീവിതത്തിൽ അത് തീരും. ഞാൻ 2024 പറഞ്ഞൊരു ദൈവിക ആലോചനയുണ്ട്. അതിനെക്കുറിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ പുതിയ വാതിലുകൾ തല ഉയർത്തി വരുവാൻ അനുവദിക്കുന്നൊരു വർഷമാണിതെന്നും പുതിയ വഴികൾ നമ്മുടെ മുമ്പിൽ ദൈവം അതിശയകരമായി തുറന്നിടുന്ന നാളുകളാണ് എന്നും പറഞ്ഞു. കേട്ട ദൈവാലോചന പോലെ അനേകരുടെ ജീവിതത്തിൽ ഈ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നടക്കുന്നു എന്ന സാക്ഷ്യം ഞങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതുമായ സകല കാര്യങ്ങളിലും ഒരു ദൈവിക നടത്തിപ്പുണ്ടാകും. നമ്മുടെ ഈ ശുശ്രൂഷയുടെ അകത്തുനിന്നും വ്യാപിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അതിനെ നിങ്ങൾ പിടിക്കണം. ഈ സാന്നിധ്യത്തിൽ നിറഞ്ഞ് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ജാഗരിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഉറപ്പായിട്ടും നിങ്ങളോട് പറയാം, നിങ്ങൾ ആ നിലവാരത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങവേ അസാധാരണമായ വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണാൻ കഴിയും. കർത്താവ് അതിനെ നിങ്ങളെ ഒരുക്കട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 52-ാം അധ്യായം 12-ാമത്തെ വചനം, നിങ്ങൾ ബദ്ധപ്പാടോടെ പോകുകയില്ല, ഓടിപ്പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും, ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. പരിശുദ്ധാത്മാവ് 4 കാര്യങ്ങൾ നമ്മളോട് പറയുന്നു. 1, നിങ്ങൾ ബദ്ധപ്പാടോടെ പോകുകയില്ല. 2, നിങ്ങൾ ഓടിപ്പോകത്തില്ല. 3, യഹോവ നിങ്ങൾക്ക് മുൻപായിട്ട് കടന്നു പോകും. ദൈവം നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. 4, ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളുടെ പിൻപടയായിരിക്കും. നിങ്ങളുടെ പിറകിലും മുന്നിലും ദൈവമാണ് ഈ ദിവസങ്ങളിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. ശിഷ്യരെ തനിക്ക് മുൻപായി അക്കരയ്ക്ക് അയക്കുമ്പോൾ അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് പല നിലയിലുള്ള വിഷയങ്ങളെ നേരിടുമ്പോൾ അവർ കണ്ടു, തങ്ങളുടെ പിന്നാലെ കയറി വരുന്നത് മരണമോ ദുരിതമോ അല്ല,
തങ്ങളെ അയച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളെ രക്ഷിക്കുവാനായി കടന്നു വരുന്നു. യേശു തിരമാലകളുടെ മീതെ കടന്നു വരുന്നു. പലപ്പോഴും യേശു ശിഷ്യരോട് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കുകയെന്ന്, അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളുടെ മുൻപിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് മുമ്പേ കർത്താവുണ്ട്, നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് പിന്നിലും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. മുൻപിലും പിൻപിലും വിരിച്ചു പിടിച്ചിരിക്കുന്ന കൈകളുടെ ഇടയിലാണ് നമ്മുടെ ജീവിതം. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുൻപിലും പിൻപിലും ഇങ്ങനെ വിരിച്ചു പിടിച്ചിരിക്കുന്ന കൈകളുടെ ഇടയിലൂടെയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ കടന്നു പോകുന്നത്. ദൈവം നിങ്ങൾക്ക് തരുന്ന സംരക്ഷണത്തിൻ്റെ മേഖലകളെ പൊളിച്ചെടുക്കാൻ ഒരു ദുർമന്ത്രവാദിക്കും കഴിയത്തില്ല. ദൈവം നിങ്ങൾക്ക് ഒരുക്കിത്തരുന്ന സംരക്ഷണയുടെ ഫീൽഡിനകത്തേക്ക് അതിക്രമിച്ച് കയറാൻ ഒരു ദുഷ്ടവ്യൂഹങ്ങൾക്കും പറ്റത്തില്ല. അത്രമേൽ സമുന്നതമായൊരു ദൈവിക പരിപാലനത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ കരത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് നിങ്ങൾ വ്യക്തതയോടുകൂടെ അനുഭവിക്കുന്ന മണിക്കൂറുകളാണിത്. ജീസസ്, ഞാനെൻ്റെ ദൂതിലേക്കൊന്ന് വളരെ ശ്രദ്ധയോടെ കയറട്ടെ. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകുകയില്ല. ബദ്ധപ്പാട് പലപ്പോഴും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ദൈവം ആ നുകം നമ്മുടെ കഴുത്തിൽ നിന്ന് അഴിച്ചു മാറ്റുന്നത് വരെ നമുക്ക് ആ ബദ്ധപ്പാടുണ്ടാകും. നിലമുഴാൻ നിയോഗിക്കപ്പെട്ട കാളയുടെ കഴുത്തിൽ നുകങ്ങളുണ്ട്. എന്നാൽ ആ ജോലിക്ക് ശേഷം അതിൻ്റെ കീഴിൽ നിന്ന് അഴിച്ചു മാറ്റുന്നത് പോലെ ഇനി ഒരിക്കലും തിരിച്ചു ബന്ധിക്കാൻ അനുവദിക്കാതെ വണ്ണം കാലങ്ങൾ നിങ്ങളുടെ കഴുത്തിൽ വെച്ച് കെട്ടിയ ചില ജീവിതത്തിൻ്റെ ബദ്ധപ്പാടിൻ്റെ ക്രൂരമായ ചില നുകങ്ങളുടെ കീഴിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരെ അഴിച്ചു മാറ്റുകയാണ്. ഹല്ലേലൂയ. ജനിച്ച നാൾ മുതൽ ദൈവദാസനെ, ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഓടുകയാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല. എന്നെ കാണാൻ ഓഫീസിൽ വന്ന ഒരു കുടുംബം എന്നോട് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. 15 വർഷത്തോളം ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു. അതൊരു ധർമ്മസ്ഥാപനമാണെന്നാണ് ഞാൻ കരുതിയത്. ആ കാഴ്ചപ്പാടിൽ ഞാൻ ജോലിക്ക് എന്നെ തന്നെ സമർപ്പിച്ചത് വേതനമില്ലാതെയാണ്. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ പെരുകി വന്നപ്പോൾ അവർ ചെറിയൊരു തുക തന്നു, വെറും 1500 രൂപ. ആ ചെറിയ തുകയ്ക്കും മറുത്തൊന്നും പറയാതെ ഒരു ധർമ്മസ്ഥാപനം എന്ന നിലയിൽ ഞാൻ അവിടെ പ്രവർത്തിച്ചു വന്നിരുന്നു. ഏറിയ നാൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജീവിതം വലിയൊരു അഗാധത്തിലേക്ക് കൂപ്പുകുത്തി വീണു കഴിഞ്ഞപ്പോൾ അറിഞ്ഞു, ഞാൻ ഇത്രയും കാലം നിലനിന്നിരുന്നത് ഒരു ജോലിയിലല്ല, ഒരു ജോലി സ്ഥലത്തുമല്ല. ഞാൻ ഇത്രയും കാലമായിരുന്നത് ഒരു നുകത്തിൻ്റെ കീഴിലാണ്. നുകത്തിൻ്റെ അമിക്കയറുകളെ പൊട്ടിച്ചു കളയുന്ന, നിങ്ങളുടെ കഴുത്തിൽ ഭാരമായിരിക്കുന്ന ഏത് നുകങ്ങളെയും ഒട്ടിച്ചു കളയുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ട് കേട്ടോ. ബദ്ധപ്പാടോടുകൂടെ നിങ്ങൾ നടക്കാതിരിക്കേണ്ടതിന്, ഒരു നുകങ്ങളുടെയും കീഴിൽ നിങ്ങൾ അമർന്നു പോകാതിരിക്കേണ്ടതിന് 2024 വർഷങ്ങൾക്ക് പുറകിൽ പീലാത്തോസിൻ്റെ ഗബത മുതൽ ഗൊൽഗോഥ വരെയുള്ള സ്ഥലത്തേക്ക് എൻ്റെ അരുമനാഥനായ യേശു ഒരു വലിയ നുകം ചുമന്നു. ആ നുകത്തിൻ്റെ പേര് ക്രൂശെന്നായിരുന്നു. യേശു ആ ക്രൂശ് ചുമന്നത് എന്തിനാണെന്നറിയാമോ? ഇനി നിങ്ങളുടെ കഴുത്തിൽ അനാവശ്യമായ ഒരു വെച്ചുകെട്ടലുകളും ഉണ്ടാകാതിരിക്കാനാണ്. നിങ്ങൾ ഒരു മാനുഷിക ക്രോധങ്ങളുടെ കീഴിലും അമർന്നു പോകാതിരിക്കാനാണ്. യേശു എന്തിനാ ദൂരം മുഴുവൻ രക്തം വാർന്ന ശരീരവുമായി അതിവേദനയുള്ളതായ മുറിവുകളുടെ മധ്യേ ആ ക്രൂശും ചുമന്നുകൊണ്ട് പോകാൻ തന്നെത്താൻ ഏൽപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ബദ്ധപ്പാടോടെ നീ കടന്നു പോകുന്ന ജീവിത വഴികളിൽ നിനക്കൊരു ആശ്വാസത്തിൻ്റെ കാഴ്ചകൂടെ സമ്മാനിക്കുവാനാണ് എൻ്റെ അരുമനാഥൻ ആ വേദനകളിലൂടെ നിങ്ങൾക്ക് മുമ്പേ കടന്നുപോയത്. ഇന്ന് രാവിലെ ഈ ദൈവിക ആലോചന കേൾക്കുന്ന സകല മക്കളോട് ഞാൻ പറയട്ടെ, നിന്റെ കഷ്ടകാലങ്ങൾക്ക് ദൈവം ഒരു അറുതി വരുത്താൻ പോകുകയാണ്. ഈ നാളുകളിൽ നീ അനുഭവിച്ചു വരുന്ന ബദ്ധപ്പാടിൻ്റെയും കണ്ണുനീരിൻ്റെയും പ്രതിദിന കാഴ്ചകൾക്ക് ദൈവം അവസാനമിടുകയാണ്. ഗ്ലോറി ടു ജീസസ്. കുടുംബങ്ങൾ ആനന്ദത്തിലേക്ക് മിഴി തുറക്കുന്ന ഉടരവനരകൽഖനാദനരകസിയാന്തരെ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമേറിയ ചില വിശാലതകളെ ദൈവം ഒരുക്കുന്ന, ബന്ധനങ്ങളിൽ നിന്ന് വിമോചിതരായി സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷത്തിൽ ദൈവം നിങ്ങളെ പറന്നുയരാൻ അനുവദിക്കുന്ന ഒരു നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ദൈവാത്മാവ് ഒരുക്കുകയാണ്. ഞാൻ ഈ ദൈവസ്വരം പറയുന്ന മാത്രയിൽ തന്നെ അനേകരുടെ ശരീരങ്ങൾ സ്വതന്ത്രമാകുന്നൊരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്. ഈ ദൈവിക ആലോചനയുമായി ചേർന്ന് എക്സാക്ട്ലി നിങ്ങളുടെ
കഴുത്തിലെ മുഴകൾ മാറിപ്പോവുകയും നിങ്ങളുടെ കഴുത്തിലെ വേദനകൾ വിട്ടുമാറുകയും നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ ഈ വിടുതലിൻ്റെ തീവ്രമായ സ്പർശനം നിങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ ആത്മാവിൽ അറിയുന്നു. അതെ, ദൈവത്തിൻ്റെ കരം നിങ്ങളെ തൊടുകയാണ്. നന്ദി യേശുവേ, നന്ദി യേശുവേ. ഇനി ബദ്ധപ്പാടോടെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് യേശു പറയുന്നു. നിന്റെ മുന്നോട്ടുള്ള യാത്ര ഇനി ബദ്ധപ്പാടോടുകൂടെ അല്ല എന്ന് എൻ്റെ കർത്താവ് പറയുന്നു. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകയില്ല. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടി അല്ലലും അലച്ചിലുകളും ഏറെ ബാധിക്കപ്പെട്ട കഠിനമായ ജീവിത വഴിയിലൂടെയുള്ള ക്ലേശം നിറഞ്ഞ വല്ലാത്ത കയ്പ് നിറഞ്ഞ യാത്ര ഇനി ഉണ്ടാകുകയില്ല. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകയില്ല. പലർക്കും അവരുടെ ജോലി സ്ഥലം ദൈവാത്മാവിനോട് പറയുന്നു അതൊരു തൊഴിലിടമല്ല, അതൊരു നരകമാണ്. കാലങ്ങൾ എവിടെ നിന്നൊരു മാറ്റം തരണമേ എന്ന് നീ യാചിക്കുന്നുണ്ട്. പക്ഷെ എങ്ങുമെങ്ങും നിന്റെ കരച്ചിൽ എത്തുന്നില്ല എന്ന് നിനക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ക്ലേശങ്ങളിൽ ഇറങ്ങി വരുന്ന കഷ്ടങ്ങളിൽ കണ്ണുനീര് കണ്ട് വാതിൽ തുറന്ന് പുതു സ്ഥലത്തേക്ക് നിന്നെ എത്തിക്കുവാൻ വഴി തുറക്കുന്ന യേശു പറയുന്നു. നിന്റെ കണ്ണുനീരിൻ്റെയും വേദനയുടെയും മറുപടി ഞാനിതാ ഒരുക്കുകയാ. നന്ദിനാഥ യേശുവേ, ആരാധന. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നെ ക്ലേശം അനുഭവിക്കുന്ന ഇടത്ത് നിന്ന് സുസ്ഥിരതയും സന്തോഷവും അഭിവൃദ്ധിയും പ്രാപിപ്പാൻ കഴിയുന്നൊരിടത്തേക്ക് എൻ്റെ കർത്താവ് പറിച്ചു മാറ്റാൻ പോകുകയാണ്. ചിലരുടെ വല്ലാത്ത ചില ജോലിപരമായ ബുദ്ധിമുട്ടുകളെ ദൈവാത്മാവ് മാറ്റും. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ദൈവം നിങ്ങളെ മറ്റൊരിടത്തേക്ക് മാറ്റാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസം നേഴ്സിംഗ് മേഖലയിൽ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് 1-2 സഹോദരിമാർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾക്ക് 2 പേർക്കും ഇവിടെ ഭയങ്കരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസ സംബന്ധമായി ഞങ്ങൾ വളരെ വിധത്തിലുള്ളതായ പോരാട്ടങ്ങൾ നേരിടുന്നു. ഞങ്ങളെ പരസ്യമായിട്ട് മലയാളികളടക്കം ഈ അന്യനാട്ടിൽ നിന്ദിക്കുകയാണ്. ഒരു മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഇവിടെ വന്നത് ഒരുപാട് കഷ്ടപ്പെട്ട, ഒത്തിരി കടം മേടിച്ചൊക്കെ ഇവിടെ എത്തിയത്. പക്ഷേ ഇപ്പോൾ മുന്നോട്ട് പോകാൻ നിർവാഹമില്ല. കളഞ്ഞിട്ട് പോന്നാലോ എന്ന് അവരെ ആലോചിക്കുക. പക്ഷേ കർത്താവിൻ്റെ ആത്മാവിനോട് ഞാൻ അയച്ചത് കളഞ്ഞിട്ട് വരാൻ വേണ്ടിയല്ല, ഉന്നതമായിടത്തേക്ക് ഞാൻ മാനിക്കും എന്ന് പറഞ്ഞു. 3 ദിവസം ഞങ്ങൾ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ആ വിഷയത്തിന്മേൽ നടന്നു. അവരെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കർത്താവ് മാറ്റി. ജീസസ് ഇന്ന് അവർ വളരെ സന്തുഷ്ടരായിട്ട് അവിടെ ജോലി ചെയ്യുകയാണ്. ആ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്ത അവരുടെ എല്ലാ മധ്യേ ദൈവം അവർക്ക് 2 പേർക്ക് വേണ്ടി ശ്രേഷ്ഠമേറിയൊരു ഉയർച്ച നൽകിയ സന്തോഷ വാർത്ത വിളിച്ചറിയിക്കുകയുണ്ടായി. നിന്നെ നിന്ദിക്കുന്നവർക്ക് പലർക്കും തങ്ങൾക്കിപ്പോൾ ലഭിക്കുമെന്ന് അവർ കാത്തിരിക്കുന്ന ഉയർച്ച അവർക്ക് കിട്ടാതെ യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന നിൻ്റെ പേരിൽ ദൈവം അത് എഴുതി ഓർഡർ അടിച്ച് അതിനെ പുറത്തിറക്കുമ്പോൾ ശത്രുക്കളുടെ മുമ്പാകെ നിൻ്റെ തല ഉയർത്തുന്നൊരു ദൈവ പദ്ധതി എല്ലാവരുടെയും കാണുക വെളിപ്പെടുമ്പോൾ എങ്ങനെ ദൈവത്തെ അധികമായി സ്തുതിക്കാതിരിക്കും? എന്നോട് എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ഇന്ന് ക്ലേശം സഹിച്ച് വല്ലാതെ കഷ്ടപ്പെടുന്ന ചില മക്കൾക്ക് വേണ്ടി അവർ നിന്ദിക്കപ്പെടുന്ന സ്ഥാനങ്ങളിൽ അവരുടെ ഒപ്പം നിന്ന് പരിഹസിക്കുന്നവർക്കും മീതെ ദൈവം അവരെ സ്ഥാനമാനങ്ങളാൽ സമ്പന്നമാക്കി ഉയർത്തുന്ന മണിക്കൂറുകളാണ് മുമ്പിലുള്ളത്. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, നിങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും, ഇതെൻ്റെ പേര് തന്നെയോ? ആ നിലയിലൊരു ദൈവപ്രവൃത്തി നിങ്ങൾക്കൊരാദരവായി, ഒരു ഉയർച്ചയായി, നിങ്ങളുടെ ബുദ്ധിമുട്ട് സഹിക്കുന്ന ഇടത്തു നിന്ന് ഒരു വിശാലതയിലേക്കുള്ള മാറ്റത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി തരാൻ പോകുകയാണ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാം. ആ അനുഗ്രഹത്തിന് നിങ്ങൾ അവകാശികളാകുക തന്നെ ചെയ്യും. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകുകയില്ല. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ക്ലേശം സഹിച്ച് കാണും. കർത്താവേ, എന്നിത് മാറുമെന്നുള്ള ചോദ്യങ്ങൾ നിരവധി തവണ നാം ചോദിച്ചിട്ടുണ്ടാകും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായ ചില മറുപടികൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കണ്ണുനീരെന്നാണ് എനിക്ക് തീരുക എന്നും ദൈവമേ ഞാൻ ഈ ബുദ്ധിമുട്ട് എത്ര കാലം കൂടെ സഹിക്കണമെന്നും ചോദിച്ച സ്ഥാനത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നതായ പുതിയ സന്തോഷ ജീവിതത്തിലേക്ക് കർത്താവ് നിന്നെ കരം പിടിച്ച് കയറ്റുന്ന സമയത്ത് നീ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ കഴിഞ്ഞ നാളുകളിൽ ബുദ്ധിമുട്ടിയത് അതെല്ലാം നിനക്ക് സമൃദ്ധമായി തരും.
ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭവനമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ബുദ്ധിമുട്ടിയ ആളാണെങ്കിൽ, ഒരു ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിയ ആളാണെങ്കിൽ, ദൈവം നിങ്ങളെ അത്തരത്തിലൊരു നന്മ കൊണ്ട് നിറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും സന്തുഷ്ടരായി കർത്താവിനെ സ്തുതിക്കുവാൻ ഇടയാകും. നിങ്ങളെ ക്ലേശിപ്പിച്ചത് ഏത് കാരണമായാലും, ഏത് സാഹചര്യമായാലും, ആ ക്ലേശങ്ങളെ മാറ്റി നിങ്ങൾക്കിനി അത് വരാതെ വണ്ണം ദൈവം അതത് മേഖലകളിൽ നിങ്ങളെ സമ്പന്നരാക്കി തീർക്കും. പ്രൈസ് ദ ലോർഡ്. ഒരുപാട് ധനപരമായി ബുദ്ധിമുട്ടുന്ന ചിലർ ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കാരണം നീ വായ്പ വാങ്ങുകയില്ല, അനേകർക്ക് വായ്പ കൊടുക്കുന്നവനായി തീരുമെന്നുള്ള നിലയിൽ ദൈവം നിങ്ങളെ ഈ വചനത്താൽ ഉയർത്തും. കർത്താവ് നിങ്ങളുടെ താഴ്ചയുടെ അവസ്ഥകളിൽ നിന്ന് കൃപ തോന്നി കരുണയോടെ നിങ്ങളെ ഉയർത്തും. നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമാകുന്ന നിലയിൽ ദൈവം നിങ്ങളെ മാനിക്കും. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പിതാവിൻ്റെ കൂടെ ഒരു 3-3.5 വയസ്സ് മുതൽ കേരളത്തിൻ്റെ തെരുവുകളിൽ നിന്ന് പരസ്യയോഗത്തിൽ വ്യാപൃതനായ ഒരു ദൈവദാസനാണ് ഞാൻ. കുഞ്ഞുകാലം മുതൽ തന്നെ ഹാൻഡ്മേക്കുമായിട്ട് നന്നായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. 8 ബാറ്ററികൾ ഇടുന്ന ഒരു കോളാമ്പി പോലിരിക്കുന്ന ഒരു ഹാൻഡ് മൈക്കിലാണ് ഞങ്ങളുടെ പരസ്യയോഗ ജീവിതം ആരംഭിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മിനിസ്ട്രിയിലേക്ക് നല്ല നിലയിൽ കുറേ സൗണ്ട് സിസ്റ്റം വന്നപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അതിനിടയിൽ പലപ്പോഴും ഞങ്ങളൊരു നല്ല മൈക്രോഫോണിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. അത് അന്ന് ലഭിച്ചിരുന്നില്ല. എന്നിട്ടും ഉള്ളതിനെ സജ്ജമാക്കി പിന്നെയും ജീവിതത്തിൻ്റെ ഒരുപാട് കാലഘട്ടങ്ങൾ ഈ ശുശ്രൂഷയിൽ ഇങ്ങനെ വ്യാപരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് നാൾ മക്കളില്ലാതിരുന്ന് ജനിച്ചൊരു മകൻ എന്നുള്ള നിലയിൽ എന്നെയും കൊണ്ട് എൻ്റെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ സുവിശേഷ വേലയിൽ വ്യാപൃതരാകുവാൻ ആഗ്രഹിച്ചിരുന്നു. അവർ പാസ്റ്ററിൻ്റെ വൈഫോ ഒന്നും അല്ല. എൻ്റെ അമ്മ ഒരു പാസ്റ്ററുടെ മോളാണെങ്കിൽ പോലും എൻ്റെ പിതാവ് ഒരു ദൈവദാസനൊന്നുമല്ല. അദ്ദേഹം ഒരു സാധാരണക്കാരനായൊരു കർഷകനാണ്. പക്ഷേ തൻ്റെ ജീവിതത്തെ സ്പർശിച്ച ദൈവകൃപയെ നാട്ടുകാരോട് പറയണമെന്നുള്ളതായ ഒരു താല്പര്യം എൻ്റെ അകത്തുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു സുവിശേഷ ദർശനമുള്ള ആളാണ്. അങ്ങനെയാണ് അദ്ദേഹം ആ പരസ്യയോഗത്തിന് വേണ്ടി തയ്യാറായത്. മക്കളില്ലാതെ ഒരുപാട് കാലം വലഞ്ഞിരുന്നവർ അവരുടെ ജീവിതത്തിൽ ദൈവം എന്നെ നൽകിയപ്പോൾ എൻ്റെ കൊച്ചു കാലം മുതൽ എന്നെ എടുത്തുകൊണ്ട് ഈ സുവിശേഷ വേലയിൽ തെരുവുകളിൽ പോയി നിന്ന് പ്രസംഗിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഒരു പതിവായിരുന്നു. അങ്ങനെ നടക്കാൻ പ്രാപ്തിയായ കാലം മുതൽ എന്നെയും കൊണ്ട് ആ ശുശ്രൂഷയിൽ അദ്ദേഹം കൊണ്ടുപോകുമായിരുന്നു. അവധിയുള്ള ദിവസങ്ങളിലെല്ലാം പിതാവിൻ്റെ കൂടെ ഞാനും ഈ ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്നു. ഒരു ആക്ഷൻ സോങ് കളിക്കുക, തെരുവിൽ നിന്നൊരു പാട്ട് പാടുക, ഇതൊക്കെ ജീവിതത്തിലെ നിത്യമായ കാര്യങ്ങളായിരുന്നു. ഈ കൊണ്ടുപോകുന്ന ഹാൻഡ് മൈക്കിൻ്റെ പിന്നിലെ ബാറ്ററികളൊക്കെ ഏകദേശം ചാർജൊക്കെ തീർന്നു വരുമ്പോൾ വീട്ടിലേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ സന്ധ്യാസമയത്ത് ഈ മൈക്ക് എടുത്ത് വെച്ച് പാട്ടുപാടി നാട്ടുകാരോട് വീട്ടിൽ വെച്ചൊരു പരസ്യവും നടത്തുന്ന പരിപാടി ഞാൻ പിന്നെ ആരംഭിച്ചു. ഉള്ളായം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നവിടെ താമസിക്കുന്ന തദ്ദേശീയരായിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് എൻ്റെ ഈ കുഞ്ഞുകാലം മുതലുള്ള അനുഭവങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ആ ദേശത്ത് അതുമായി ബന്ധപ്പെട്ട് ദൈവം എനിക്കൊരു നല്ല സാക്ഷ്യം നൽകിയിട്ടുമുണ്ട്. എൻ്റെ ബാല്യകാലം അവിടെയാണ് ഞാൻ ചിലവഴിച്ചത്. സ്നേഹം നിറഞ്ഞവരെ, അന്ന് ഒരുപാട് ജീവിതത്തിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ദൈവം നമ്മളുടെ മിനിസ്ട്രിയിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഫെസിലിറ്റീസ് അതിലേക്ക് നോക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? എല്ലാവിധ സംവിധാനങ്ങളും ആ ഒരു മേഖലയിൽ ദൈവം നമുക്ക് ഒരുക്കി തന്നു. ഒരു നാളിൽ നിങ്ങൾ എന്തിൻ്റെ മേൽ കഷ്ടപ്പെട്ടോ അതിൽ നിങ്ങളെ ദൈവം രാജാവാക്കി മാറ്റും. പ്രൈസ് ദ ലോർഡ്. ഏത് കാര്യത്തിൻ്റെ മേൽ നിങ്ങൾ അലഞ്ഞോ ആ കാര്യത്തിൽ ദൈവം നിങ്ങളെ യജമാനനാക്കും. ഇത് കർത്താവിൻ്റെ വാഗ്ദത്തവും വിശ്വസ്തതയുമാണ്. നിങ്ങളിനി ബദ്ധപ്പാടോടെ പോകുകയില്ല എന്നുള്ള വാക്കിന് എൻ്റെ ജീവിതത്തെ സാക്ഷിയാക്കി ഞാൻ ഈ മറുപടി നിങ്ങൾക്ക് നൽകട്ടെ. ഈ ദൂത് നിങ്ങളോട് വിളിച്ചു പറയട്ടെ. നിങ്ങൾ എന്തിൻ്റെ പേരിൽ ഇന്ന് കീഴുന്നുവോ അതിൻ്റെ മേൽ നിങ്ങൾ തന്നെ പരമാധികാരിയായി തെളിയിക്കപ്പെടുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ദൈവം നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് തെളിയിക്കും. നിൻ്റെത് വെറും ഒരു പാഴ്ജന്മമായിരുന്നില്ല എന്ന് കർത്താവ് പ്രൂവ് ചെയ്യും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എൻ്റെ സഭയിൽ വളരെ ദൂരെ നിന്ന് ശുശ്രൂഷയ്ക്ക് പങ്കുചേരാൻ വരുന്നൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ ദൈവദാസിയുടെ അമ്മ, ആ സിസ്റ്ററുടെ അമ്മ വളരെ പ്രാർത്ഥിക്കുന്നൊരു വനിതയാണ്. കേരളത്തിൻ്റെ ഒരു മലയോര പ്രദേശത്ത് ഒരു ചെറിയ വീട്ടിൽ താമസിച്ചുകൊണ്ട് വളരെ കഷ്ടതയുടെയും വേദനയുടെയും നടുവിൽ അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചൊരമ്മ. ഒരു ദിവസം ആ അമ്മയുടെ സാക്ഷ്യം ആ അമ്മ എന്നോട് പറഞ്ഞു. എൻ്റെ ഓഫീസിൽ വന്ന ആ മാതാവ് പറഞ്ഞ സാക്ഷ്യം കേട്ടാൽ നിങ്ങൾ നടുങ്ങും. പാസ്റ്റർ, എൻ്റെ ഇടത്തെ ബ്രസ്റ്റ് എനിക്കില്ലാത്ത പോയൊരു സ്ത്രീയാണ് ഞാൻ. അമ്മ പറഞ്ഞ വാക്ക്,
അവരുടെ വീട്ടിൽ പണ്ട് ആടുണ്ടായിരുന്നു. ആടിന് തീറ്റി കൊടുക്കുന്ന സമയത്ത് ഒരു കയ്യാല മുകളിൽ നിന്ന് താഴെ വീണു. ആ താഴെ വീണപ്പോൾ അലക് വെച്ചാണ് ഈ ആട്ടിൻകൂട് പണിതിരിക്കുന്നത്. ആ അലക് ഈ ഇടത്തെ മാറിടത്തിലൂടെ കുത്തിത്തുളച്ച് ഇപ്പുറത്തെത്തി. അങ്ങനെ ആട്ടിൻചാണകം പുരണ്ടിരിക്കുന്ന ആ ഒരു കമ്പ് ശരീരത്തിലൂടെ കയറി ഇറങ്ങിയപ്പോൾ ആ കാലഘട്ടത്ത് വേണ്ട വിധമുള്ള ചികിത്സാ സംവിധാനങ്ങളോ ഒന്നും അധികമില്ലായിരുന്നു. ആശുപത്രി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവന്നു. പിന്നീട് വഴിയെ നടന്നു പോകുന്നവർ വരെ ദുർഗന്ധം കൊണ്ട് മൂക്ക് പൊത്തിപ്പിടിക്കുന്ന നിലയിൽ എൻ്റെ ഈ മാറിടം പഴുത്തു, വ്രണങ്ങളാൽ നിറഞ്ഞു. അങ്ങനെ അത് നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ശരീരത്തിൽ എനിക്ക് ഈ അവയവം വേണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ആ മാതാവ് പറഞ്ഞു, ദൈവം എനിക്കൊരു മകനെ തന്നു. പിന്നീട് എനിക്ക് ദൈവം നൽകിയ മകനെ ഞാൻ കുടിപ്പിച്ചത് നഷ്ടപ്പെട്ട സ്ഥാനത്ത് ദൈവം എനിക്ക് നൽകിയ പുതിയ അവയവത്തിൽ നിന്നാണ് അവനെ ഞാൻ പാലൂട്ടിയത്. ജീവിക്കുന്ന ഒരു ദൈവിക അത്ഭുതത്തിൻ്റെ സാക്ഷ്യമായ മാതാവ് ഇന്ന് നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ. 2, ഇന്ന് അവരുടെ പ്രാർത്ഥന, ആ ദൈവദാസിയുടെ ദൈവസന്നിധിയിലുള്ള അഭയാചന, അത് എത്രമേൽ വിലയേറിയതാണെന്ന് ഞങ്ങളടക്കമുള്ള ദൈവ ശുശ്രൂഷകർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വെക്കുന്നതിൻ്റെ സാരാംശം, തനിക്ക് നഷ്ടപ്പെട്ട ഒരവയവത്തിൽ നിന്ന് തനിക്കൊരു തലമുറ ജനിച്ചപ്പോൾ ആ തലമുറയെ പാലൂട്ടുമെന്നുള്ളതായ ആ സ്ത്രീയുടെ തീരുമാനം ദൈവം അതിനെ അങ്ങ് ആദരിച്ചു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ദുസ്സഹമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെന്ന് പറഞ്ഞാലും, ബദ്ധപ്പാട് നിറഞ്ഞ ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു, ഇതധികം മുന്നോട്ട് പോകുകയില്ല. ഈ ബദ്ധപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഞാൻ നിന്നെ സ്വതന്ത്രമാക്കും. ഇന്ന് നീ ക്ലേശിക്കുന്ന ജീവിതത്തിൻ്റെ അകത്ത് എന്തെല്ലാം വിഷയങ്ങളിൽ നിനക്ക് ദുരിത ദുഃഖങ്ങളുണ്ടോ, ആ കാര്യങ്ങളിലെല്ലാം ഞാൻ നിൻ്റെ ജന്മത്തെ ഏറ്റവും ശ്രേഷ്ഠവും സമ്പന്നവുമാക്കി തീർക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന ദിവസമാണിത്. 2ാമത്തെ വാക്ക് ഓടിപ്പോകുകയില്ല എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. നിങ്ങളിനി ഓടിപ്പോകുകയില്ല. നമ്മളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട്. മോശ ഭയം നിമിത്തം ഓടിപ്പോയവനാണ്. ഭയം നിമിത്തം. ജീസസ്. അപമാനം നിമിത്തം ഓടുന്ന മനുഷ്യരുണ്ട്. അപമാന നിമിത്തം. ക്ഷാമം നിമിത്തം ഓടിപ്പോകുന്ന മനുഷ്യരുണ്ട്. ബാധ്യതകൾ നിമിത്തം ഒരു ദേശത്തു നിന്നും ഓടുന്ന എത്രയോ കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാമോ? യുദ്ധം നിമിത്തം മനുഷ്യർ തങ്ങൾ താമസിക്കുന്ന തദ്ദേശീയമായ ഇടങ്ങളിൽ നിന്നും തങ്ങൾക്കൊട്ടും പരിചിതമല്ലാത്ത പുതിയ ഇടങ്ങളിലേക്ക് അവർ പലായനം ചെയ്യും. രോഗങ്ങൾ നമ്മളെ ഓടിക്കും. പലവിധമായ രോഗങ്ങൾ, ശത്രുക്കൾ നിമിത്തം നമുക്ക് ഓടേണ്ടതായിട്ട് വരും. കുട്ടിയെ കൊണ്ട് വേഗം ഇവിടെ നിന്നും മിസ്രൈമിലേക്ക് പോകുക എന്ന് ജോസഫിന് ദർശനം കിട്ടി. എന്തുകൊണ്ട്? അവിടെ വസിക്കുന്ന തദ്ദേശീയനായ രാജാവ് ആ തലമുറയ്ക്ക് നേരെ ആയുധമെടുത്തിരിക്കുകയാണ്. യേശു കുഞ്ഞിനെയും കൊണ്ട് അപ്പനായ ജോസഫ് തൻ്റെ ഭാര്യയായ മറിയമ്മനെയും കൂട്ടിക്കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് വേഗം അവർ ഓടി എന്നുള്ളതാണ് ഇന്നത്തെ ദൈവാലോചന. നിങ്ങൾക്ക് പുറകെ കർത്താവ് ഈ ഓട്ടങ്ങളെല്ലാം ഓടിയതിനൊരു കാരണമുണ്ട്. ഇനിയും ഓട്ടപ്പാച്ചിലുകളുടെ കാലമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്കൊരു സ്വൈര്യത നൽകാൻ പോകുകയാണ്. നിങ്ങളെ ഓടിച്ച ശത്രുക്കളെ ദൈവം ഓടിക്കുന്ന സമയമാണ് ഇനി വരുന്നത്. ബൈബിൾ നമ്മളോട് ഇങ്ങനെ പറയുന്നു, ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുന്നു. നീ ഓടുന്നത് ഭയം നിമിത്തമാണെങ്കിൽ, ബാധ്യതകൾ നിമിത്തമാണെങ്കിൽ, ചോദ്യം ചെയ്യുന്ന മനുഷ്യരുടെ വാക്കുകളെ പേടിച്ചാണെങ്കിൽ, വസിക്കുന്ന നാട്ടിലെ നാണക്കേട് ഭയന്നാണെങ്കിൽ, നിന്റെ ഇല്ലായ്മ നിമിത്തമാണെങ്കിൽ, ഇന്നത്തെ ദൈവാലോചന നിന്നെ നോക്കി തന്നെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഇനി നിന്നെ ഓടാൻ ഞാൻ അനുവദിക്കത്തില്ല. നിന്നെ ഓടിച്ചു കളയുന്ന സാഹചര്യത്തെ ഞാൻ കൈകാര്യം ചെയ്യും. എൻ്റെ കൈകൾ നിനക്കൊരു നിലനിൽപ്പ് തരാൻ പോകുകയാണ്. ഓടാൻ അനുവദിക്കുകയില്ല. നിനക്ക് ഞാൻ നിലനിൽപ്പ് തന്നെ കൽപ്പിക്കും. എന്നിട്ട് നിന്നെ ഓടിക്കുന്ന പ്രശ്നങ്ങളെ, ശത്രുക്കളെ നിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ 7 വഴിയായി ഓടിക്കും. ഒരു വഴിയിലൂടെ കയറി വന്നത് 7 വഴിയായി ചിതറുന്ന കാഴ്ച നിങ്ങൾ കാണാൻ പോകുകയാണ്. ഒരു കൂട്ടം ആൾക്കാർ ഒരു പെണ്ണിനെ ഓടിച്ചുകൊണ്ട് യേശുവിന് മുമ്പിലേക്ക് വന്നു. നോക്കണം, ഒരു ദേശം ഒന്നടങ്കം ഒരു സ്ത്രീക്ക് നേരെ കലിപൂണ്ട് ഓടി വരികയാണ്. നിന്നെ എറിഞ്ഞു കൊല്ലാൻ
ചിതറിച്ച് കളയാൻ, നശിപ്പിച്ച് നിന്റെ ജീവൻ എടുക്കാൻ തക്കവണ്ണം നിന്നെ ഓടിക്കുന്നവർ യേശുവിൻ്റെ മുമ്പിൽ ആ വിഷയം എത്തുന്നതോടുകൂടെ ദൈവത്തിൻ്റെ വചനം ഞാൻ ആധികാരികമായി പറയട്ടെ, ഒരുത്തൻ പോലും ശേഷിക്കാതെ മൂത്തവൻ മുതൽ ഇളയവൻ വരെ ഒരുപോലെ തിരിച്ചു മാറിപ്പോയി, ഓടിപ്പോയി. ഇങ്ങോട്ട് കയറി വരുന്നതൊരു പടയായിട്ടായിരിക്കും. അങ്ങോട്ട് ഏത് വഴിയിൽ ആ പട ചിതറിപ്പോയെന്ന് നമുക്ക് പോലും അറിയാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഓടിച്ച വിഷയങ്ങളെ ദൈവം ഈ നിലയിൽ ചിതറിക്കാൻ പോവുകയാണ്. നിനക്ക് നേരെ അപമാനത്തിൻ്റെ മാലക്കെട്ടുകൾ തീർത്ത ചില മനുഷ്യരുടെ ആ പ്രവൃത്തികളെ, നിനക്ക് നേരെ അപകീർത്തികരമായ കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ ചില സഖ്യതകളെ പൂജിതറുന്നത് പോലെ ചിതറിച്ച് കളഞ്ഞിട്ട് ഇനി ഒരിക്കലും അതിനെ കൂട്ടുചേർക്കാൻ കഴിയാത്ത നിലയിൽ പാത്രങ്ങൾ ഉടഞ്ഞു തകരുന്ന കണക്ക് ദൈവം ചില മാനുഷികമായിരിക്കുന്ന കൂട്ടുകെട്ടുകളെ നിന്റെ കൺമുമ്പിൽ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. അതിനെ ഡിസ്ട്രോയ് ചെയ്യും, തകർന്നു പോകും. അത് ഇനി ഒരിക്കലും അത് പണിയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ അസാധാരണമായ ഒരു വിടുതലൊരുക്കുകയാണ്. ഇനി നിന്നെ ഓടാൻ അനുവദിക്കുകയില്ല. മൂന്നാമത്തെ വാക്ക്, യഹോവ നിനക്ക് മുമ്പായി നടക്കും. ദൈവത്തെ പിൻപറ്റുന്നവന് കിട്ടുന്ന ഒരു അവകാശം, ഇത് ഔദാര്യമല്ല, അവകാശം. നീ ആരെയാ പിൻപറ്റിയതെന്ന് ദൈവം തന്നെ തെളിയിക്കും. നിന്റെ ജീവിതത്തിലൂടെ അത് വെളിപ്പെട്ടു വരും. നീ ആരെയാണ് ഇത്രയും കാലം പിൻപറ്റിയത്? നീ ആരെ പിൻപറ്റിയോ അതിൻ്റെ പരിണിത ഫലമായി നിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി അത് നിനക്ക് മനസ്സിലാകും. ആനയുടെ പുറകെ പോകുന്നവൻ ആനയുടെ ചൂരുമണം ഉണ്ടാവും. ജീസസ്, ഒന്നുകൂടെ ഞാൻ പറയാം, ആനയുടെ പിന്നാലെ പോകുന്നവൻ്റെ ശരീരത്തിൽ ആനയുടെ ഒരു ചൂരുമണം അടിക്കും. ജീസസ്. പുഷ്പങ്ങൾ പൂത്തൊലിഞ്ഞു നിൽക്കുന്ന ഒരു വൃന്ദാവനത്തിലൂടെ നിത്യം യാത്ര ചെയ്യുന്നവൻ്റെ ശരീരത്തിൽ ഒരു സുഗന്ധപൂരിതമായ ഗന്ധം നമുക്ക് കിട്ടും. നിങ്ങൾ പരിമളം വിൽക്കുന്ന ഇടത്ത് യാത്ര ചെയ്താൽ അതിൻ്റെ ആ പരിസരങ്ങളിലെല്ലാം നിങ്ങളുടെ മൂക്കിനെ സന്തോഷിപ്പിക്കുന്ന നല്ല സുഗന്ധം വ്യാപിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയും, തിരിച്ചറിയാൻ കഴിയും. ദുർഗന്ധങ്ങളല്ല, പരിമളം തന്നെ നമ്മളുടെ ഹൃദയത്തെ അവിടേക്ക് ഇങ്ങനെ ക്ഷണിക്കും. നല്ല പെർഫ്യൂമുകൾ, നല്ല നല്ല സ്മെല്ലുകൾ നമ്മളെ ഈ നിലയിൽ അട്രാക്റ്റ് ചെയ്യും. അരോമ തെറാപ്പികൾ ഈ കാലഘട്ടത്തിൽ വളരെ സുലഭമാണല്ലോ. പലതും ഇങ്ങനെ കൈകളിൽ ഇങ്ങനെ ഓയിലുകളായിട്ട് ഒഴിച്ചിങ്ങനെ തിരുമ്മി ഇങ്ങനെ വലിക്കുന്നതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ സുലഭമായ കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും പരിമളമായത് നമുക്ക് ലഭിക്കുന്നത് അത് വിൽക്കുന്ന ഇടങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് നമുക്കത് ലഭിക്കുന്നത് പോലെ നമ്മൾ എന്തിനെ പിൻപറ്റുന്നോ അതിൻ്റെ ഒരു ഗുണം നമ്മുടെ മേലുണ്ടാവും. നിങ്ങൾ എന്തിനെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് നിങ്ങളുടെ ലൈഫ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ദോഷങ്ങളെ പിന്തുടരുന്നവൻ്റെ ജീവിതത്തിൽ തകർച്ച വന്നിരിക്കും. കണ്ണിച്ചോരയില്ലാതെ എന്നും വെട്ടിപ്പിടിക്കുന്നവൻ്റെ ജീവിതത്തിൽ ദുർമരണങ്ങൾ വരും. ജീസസ്. അപരന്മാരുടെ കണ്ണുനീരിലും ശാപങ്ങളിലും വന്മാളിക കെട്ടിപ്പൊക്കിയാലും തലമുറകളുടെ ശവമടക്കിന് അവർ സാക്ഷികളാകേണ്ടതായിട്ട് വരും. ഇത് തള്ളിക്കളയാൻ കഴിയാത്ത വസ്തുതകളാണ്. ദൈവത്തിൻ്റെ തെളിവുകളുടെ ഈ കാര്യത്തിന് നമ്മളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് നേടുന്നെങ്കിലും അതിൽ ഒരു ദൈവകൃപയുടെ കവചത്തിനകത്തു നിന്ന് വേണം എന്തിനേയും നേടിയെടുക്കാൻ. കർത്താവിനെ പിൻപറ്റുന്നവൻ്റെ ജീവിതത്തിൽ സകല മേഖലകളിലും അവർക്ക് വേണ്ടി ഇറങ്ങി മുൻപിൽ നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ, ദൈവപ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയും. ഒരു ദൈവ പൈതൽ വീട് പണിയുന്നതോ, ഒരു ദൈവ പൈതൽ ഒരു പരീക്ഷ ജയിക്കുന്നതും, ഒരു ദൈവ പൈതലിൻ്റെ വിവാഹം നടക്കുന്നതും, ഒരു ദൈവ പൈതലിൻ്റെ ഏത് ഭൗതിക കാര്യം നടക്കുന്നതിന് മുൻപിലും ഒരു ദൈവിക നടത്തിപ്പുണ്ട്. ഒരു നാട്ടിൽ നടക്കുന്ന 1000 കല്യാണങ്ങൾ നിങ്ങൾ എടുക്കുക. അതിൽ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിൻ്റെ വിവാഹത്തിൽ മാത്രം നിങ്ങളെ മനസ്സിനെ കേൾക്കുമ്പോൾ കോൾമയർ കൊള്ളിക്കുന്ന ഒരു ഏട് അതിനകത്തുണ്ട്. മനോഹരമായിരിക്കുന്ന 1000 വീടുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൽ കാണാൻ കഴിയും. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമക്കൾ വസിക്കുന്ന വീടിൻ്റെ കഥ എങ്ങനെയാണെന്ന് നിങ്ങൾ പോയി ചോദിക്കുക. അവിടെ വിശ്വാസത്തിൻ്റെ 100 അധ്യായങ്ങൾ രചിക്കത്തക്ക നിലയിലുള്ള 1000കണക്കിന് സാഹചര്യങ്ങൾ, സംഭവങ്ങൾ അവർക്ക് ആ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പറഞ്ഞു വെക്കുന്നതിൻ്റെ സാരാംശം,
ഒരു വീട് പണിയാൻ 10,000 25,000 കട്ട ചിലവായി എന്നുള്ളത് ഒരു സാധാരണപ്പെട്ട വീടിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു മികച്ച വീടിനെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോൺട്രാക്ടർക്കോ അതിൻ്റെ എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഭവനത്തിന് പണം മുടക്കിയവർക്കോ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ, ഒരു ദൈവമക്കൾ വസിക്കുന്ന ഒരു ഭവനത്തെ സംബന്ധിച്ച് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയുന്നത്, ഇതിന് എത്ര ലോഡ് മണ്ണ് ചിലവായിട്ടുണ്ട്, എത്ര ചാക്ക് സിമെൻറ്റ് ചിലവായിട്ടുണ്ടെന്നുള്ള കണക്കായിരിക്കത്തില്ല. അവർക്ക് പറയാനുള്ളത് എത്ര മണിക്കൂറുകളുടെ പ്രാർത്ഥനയുടെ ഏടുകൾ, എത്രയെത്ര ദൈവിക അത്ഭുതങ്ങളുടെ അടുക്കുകളാണ് ഇവിടെ പണിയപ്പെട്ടിരിക്കുന്നത്. അതാണ് അവർക്ക് പറയാനുള്ളത്. കർത്താവിനെ പിൻപറ്റുന്ന ദൈവ പൈതലിൻ്റെ മുൻപിൽ, അവൻ്റെ ഭൗതിക സാഹചര്യത്തിൽ പോലും മുൻപിൽ ഇറങ്ങി വെളിപ്പെടുന്ന ഒരു ദൈവ പദ്ധതിയുടെ ഫ്രെയിമുണ്ട്. ഇത് വിസ്മരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്തിനീ ദൈവാലോചന ഇപ്പോൾ ഞാൻ പറയുന്നു? കർത്താവിനെ പിൻപറ്റുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ മുൻപിൽ യഹോവ നിനക്ക് മുൻപായി നടക്കും. അസാധാരണമായ വാതിലുകൾ അങ്ങനെയുള്ള ദൈവമക്കളുടെ ജീവിതത്തിൽ തല ഉയർത്തും. അവസരങ്ങൾ അവർ ചെല്ലുമ്പോൾ ഉയർന്നു വരും. മരുഭൂമിയാണ് എന്ന് നിങ്ങൾ നിരൂപിക്കും, പക്ഷെ നിങ്ങൾ ചെല്ലുമ്പോൾ രഥങ്ങൾ കാണും. ജീസസ്. കൊടിയ വനാന്തരമാണ് എന്ന് നിങ്ങൾ കരുതും, പക്ഷേ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിധികൾ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ജീസസ്. ഹല്ലേലൂയ. ശൂന്യമായിരിക്കുന്ന പടകും വലയുമാണ്, വെറും കടൽ തീരമാണ് എന്ന് നിങ്ങളൊരു പക്ഷെ ചിന്തിക്കുമായിരിക്കും. പക്ഷേ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിങ്ങൾക്ക് തരാൻ ദൈവം പ്രത്യക്ഷപ്പെട്ടു വരുന്ന സ്ഥലമായി അത് മാറും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലത്തിൻ്റെ മുൻപിലും ഒരു ദൈവത്തിൻ്റെ നടത്തിപ്പും പദ്ധതിയുമുണ്ട്. അസാധാരണമായ സ്വർഗീയ ഇടപെടലുകൾ നിങ്ങളുടെ മുൻപിൽ തല ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. 2, കർത്താവിനെ പിൻപറ്റുന്ന ഒരു ദൈവ പൈതൽ എവിടെ കടന്നു പോകും? അവൻ കടന്നു പോകുന്നിടത്ത് ഈ വചനപ്രകാരം, യഹോവ മുൻപായി നടക്കുമെന്നുള്ള വചനപ്രകാരം, താൻ കടന്നു പോകാത്ത ഒരിടത്തേക്ക് ദൈവം തൻ്റെ മക്കളെ അയക്കുകയില്ല. ഈ തിരുവെഴുത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് പോകുന്ന സ്ഥാപനത്തെ, ഇന്ന് പോകുന്ന ഓഫീസിനെ, ഇന്നത്തെ യാത്രയെ, ഇന്നത്തെ പരീക്ഷയെ ഒന്ന് ബ്ലസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് പ്രോഫറ്റിക്കലി പ്രെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെ? ഇന്ന് ഞാൻ പോകുന്ന ഇടത്ത് യഹോവ എനിക്ക് മുൻപായി നടക്കുമെന്നുള്ള വചനം നിലനിൽക്കുന്നതിനാൽ ഞാൻ നടക്കുന്നത് എനിക്ക് മുമ്പേ നടക്കുന്ന കർത്താവിൻ്റെ കാൽച്ചുവടുകളിലൂടെയാണ്. ഞാൻ ഇന്ന് കടന്നു ചെന്ന് കയറുന്നത് എനിക്ക് മുമ്പേ യേശു കയറിയ വാതിലുകളിലേക്കാണ്. എനിക്ക് മുമ്പേ യേശു കയറിയ ഓഫീസുകളിലേക്കാണ് ഞാനും കയറുന്നത്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ കലങ്ങി മറിയുമെന്ന് ശത്രു പ്ലാൻ ചെയ്തതൊക്കെയും തെളിനീരുറവ പോലെ മനോഹരമാക്കി തീർക്കുന്ന ഒരു ദൈവ പദ്ധതി എൻ്റെ മുമ്പിൽ നടക്കുന്നു. ആ ഒരു വാക്കൊന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. കലങ്ങി മറിയുമെന്നുള്ള നിലയിൽ ശത്രു നിങ്ങളുടെ ജീവിതത്തിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഇന്ന് പകൽ യേശു നിങ്ങൾക്ക് മുമ്പേ നടക്കുന്നതിനാൽ തെളിനീരുറവ പോലെ മനോഹരമായിരിക്കും. നിങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കുമെന്ന് കരുതി പ്ലാൻ ചെയ്ത് വിഷമത്തോടിരിക്കുന്ന ചില ആകസ്മികമായ ദുഃഖകരമായ ചില സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിൻ്റെ മേൽ വേദനാകരമായതൊന്നും വരത്തില്ല. ആ ദുഷ്ടന്മാരൊന്നും രംഗത്ത് വരത്തില്ല. ആ ശത്രുക്കളെ ദൈവം രംഗത്ത് വരാൻ അനുവദിക്കത്തില്ല. നിനക്ക് നിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു കാര്യവും ദൈവം നിൻ്റെ ജീവിതത്തിൽ വരാൻ സമ്മതിക്കത്തില്ല. 4-മത്തേത്, ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. ദൈവം നമ്മുടെ പിറകിലുണ്ടെന്ന്. പലപ്പോഴും നമ്മളെ പിന്തുടരുന്ന ചില ചതികളുണ്ട്. ആമേൻ. ചില തേളുകളെ പോലെയുള്ള ചില മനുഷ്യരും പൈശാചിക പദ്ധതികളുമുണ്ട്. യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പാമ്പ് നേരിട്ട് പണം വിടർത്തുന്നതാണെങ്കിൽ തേള് മുമ്പിൽ നിന്നിട്ട് വാലിന് കുത്തുന്ന ജന്തുവാണ്. ആ വാലിന് കുത്തുന്ന ജീവിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വാലിൻ്റെ അറ്റത്താണ് വിഷം. പാമ്പിന് അതിൻ്റെ പല്ലിൻ്റെ അറ്റത്ത് വായിലാണ് വിഷമെങ്കിൽ തേളിന് വാലിലാണ്. ഇതിൻ്റെ അർത്ഥം ശത്രുവിൻ്റെ തല മുതൽ പാദം വരെ ഉള്ളത് ഞാൻ നിങ്ങളുടെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ഇതിൽ പിന്നിൽ നിന്നും കുത്തുന്ന വിഷം നിറഞ്ഞ ചിലതിനെ, നിങ്ങൾക്ക് പുറകിൽ നിന്ന് പണി തരുന്ന ചില ചതിയന്മാരെ, ചില വഞ്ചകരെ ദൈവം എടുത്ത് പുറത്തു കളയാൻ പോവുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. ജീസസ്. നിനക്ക് പുറകിൽ നിന്ന് നിന്നെ പിന്നിൽ നിന്നും കുത്തി വീഴ്ത്താൻ ആയുധവുമായി നടക്കുന്നുണ്ട് ചിലർ നിൻ്റെ ജീവിതത്തിൽ.
പുറമെ ചിരിച്ചു കളിച്ച് നിൽക്കുന്നതുകൊണ്ട് നിനക്കത് മനസ്സിലാകുന്നില്ല. ഈ ദൈവവചനത്തിൻ്റെ അധികാരത്തിൽ അത്തരത്തിലുള്ളതെല്ലാം യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഒരു ചുവട് വെക്കാൻ കഴിയാതെ അത് ഈ നിമിഷം തന്നെ എൻ്റെ ചലനമണ്ഡലങ്ങളിൽ വീണു പോകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ്. ഇനി ഈ ജനത്തിൻ്റെ സ്വൈര്യമായ ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കാൻ, പുറകിൽ നിന്ന് ഇവരെ കുത്തി വീഴ്ത്താൻ തക്കവണ്ണം ആയുധങ്ങളുമായി നിൽക്കുന്ന ഏത് വമ്പൻ ചതിപ്രയോഗങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ തച്ചുടയ്ക്കുന്നു. യഹോവ നിങ്ങൾക്ക് പിൻപടയായിരിക്കുമെന്നുള്ള വചനത്താൽ അങ്ങയുടെ മക്കളുടെ പിന്നിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ കരം ഈ ദിനങ്ങളിൽ ഇവരോട് ചതിയുടെ രൂപേണ അടുത്തു വരുന്ന ചില ദുഷ്ട മനുഷ്യരുടെ പദ്ധതികളെ അടിച്ചു വീഴ്ത്തുന്നതിനായി സ്തോത്രം. ഒരു സിംഹം തൻ്റെ കൈകൊണ്ട് ഇരയെ അടിച്ചു വീഴ്ത്തുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ നിന്റെ പിന്നാലെ നീ അറിയാതെ കടന്നു കയറി വരുന്ന ചില ദുഷ്ടപ്രവർത്തനങ്ങളുടെ പരിണിത ഫലങ്ങളെയും, ചില ദുഷിച്ച പാരമ്പര്യ ശക്തിമണ്ഡലങ്ങളെയും, ചില ക്രൂരമായ ദുർശാപങ്ങളെയും യഹൂദാ ഗോത്രത്തിലെ സിംഹം ഇന്ന് അടിച്ചു വീഴ്ത്തുകയാണ്. നിന്റെ ജീവിതത്തിൽ അത് അടുക്കാതെ വണ്ണം നിനക്ക് മുൻപും പിൻപും കാവല് നിൽക്കുന്ന നിന്റെ കർത്താവ്, നിന്റെ ജീവിതത്തിനു വേണ്ടി ഇന്ന് തുണയായി നിൽക്കുന്ന യേശു, ഇന്ന് രാവിലെ ദൈവ പൈതലെ നീ കേട്ടോ, നിന്നോട് ഈ തരം വിഷയങ്ങൾ അടുക്കാതെ വണ്ണം കർത്താവ് ചിലതിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് തകർത്തു കളയുകയാണ്. ഇനി നിന്റെ പുറകിൽ നിൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നിമിത്തം നിന്നെ ഫോളോ ചെയ്യാൻ പോകുന്നത് നന്മയും കരുണയുമാണ്. അനുഗ്രഹങ്ങൾ നിങ്ങളുടെ പിന്നാലെ വരട്ടെ. പലരുടെയും ജീവിതത്തിൽ അവർ മുന്നോട്ട് പോയിട്ടും അനുഗ്രഹങ്ങളില്ലാത്തതിൻ്റെ കാരണം തങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിലും പിറകിലും അവർ കർത്താവിൻ്റെ സാന്നിധ്യത്തെ നിലനിർത്തുന്നതിൽ ശ്രദ്ധ ചെലുത്താത്തതാണ്. പലതും തുറന്നു വെച്ചിട്ട് പോകും. അതിന് പിന്നാലെ അതിനകത്ത് പാറ്റയും പല്ലിയും വന്ന് കയറുന്നത് പോലെ, ആ ആഹാരം കേടാകുന്നത് പോലെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാകം ചെയ്യുന്ന ആഹാരത്തെ നിങ്ങൾ അടച്ച് സൂക്ഷിച്ച് കൃത്യമായി അതിനെ കെയർ ചെയ്യുന്നത് പോലെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുക്കുന്ന ചില പദ്ധതികളെ, പ്ലാനുകളെ, ആശയങ്ങളെ, ജോലികളെ, പ്രൊജക്റ്റുകളെ, ശുശ്രൂഷകളെ ദുഷ്ടൻ വന്ന് അതിനകത്ത് മണ്ണ് വാരിയിട്ട് അതിനെ നശിപ്പിച്ച് കളയാതെ വണ്ണം പലപ്പോഴും അതിൻ്റെ ഫലം എവിടെ നിന്ന് നശിച്ചു പോകുന്നെന്ന് അറിയത്തില്ല. ഒരു കൃഷി ചെയ്യുന്നു, ഒന്നെങ്കിൽ അതിൻ്റെ വിലയിടിയുന്നു, അല്ലെങ്കിൽ അതിനുമേലൊരു പ്രകൃതിക്ഷോഭം വരുന്നു. ഈ നിലയിൽ നിങ്ങളുടെ കൺവെട്ടത്ത് നിങ്ങളുടെ നന്മകളെ ഊറ്റിക്കൊണ്ടു പോകുന്ന ഈ ദോഷകരമായ സാഹചര്യങ്ങളെ ബന്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് മുൻപും പിൻപും കാവല് നിൽക്കാമെന്ന് കർത്താവ് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ, കണ്ട കാലം അത്രയും നിങ്ങൾ കണ്ടതും നിങ്ങൾ കേട്ടതും നിങ്ങൾ അനുഭവിച്ചതുമായ ദുരിതത്തിന് ദൈവം അറുതി വരുത്തിക്കൊണ്ട് ഇനി നിന്റെ പിന്നാലെ ഇത്തരം നടപടികൾ അനുവദിക്കാതെ വണ്ണം കർത്താവ് നിങ്ങൾക്കൊരു പ്രത്യേകമായ ജീവിത വിജയത്തെ നൽകുകയാണ്. സന്തോഷത്തോടെ ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കാം. ഒറ്റ വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കറിയാം ഈ മെസ്സേജ് അല്പം നീണ്ടുപോയി, പക്ഷേ ഇത് കേൾക്കേണ്ടതാണ്. ഇത് നമുക്ക് തള്ളിക്കളയാൻ ആവുന്നതല്ല. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അപ്പായെ, അങ്ങയുടെ മക്കളുടെ മുൻപിലും പിൻപിലും അവിടുത്തെ കാവൽ ഇന്ന് പകലുള്ളതിനായി സ്തോത്രം. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകുകയില്ല, ഓടിപ്പോകുകയില്ല. യഹോവ നിങ്ങൾക്ക് മുൻപായി നടക്കും. ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. ഈ 4 കാര്യങ്ങളെ മുറുകെ പിടിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന സമൂലമായ ജയത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഇന്ന് തൻ്റെ മക്കളെ അവർ എന്തൊക്കെ ജീവിതത്തിൽ ഇല്ലായ്മപ്പെടുന്നോ അതിലവരെ രാജാവാക്കുന്നതിനായി സ്തോത്രം. ഏത് ക്ലേശം എന്തില്ലാത്തതിൻ്റെ പേരിൽ അവരെ അനുഭവിക്കുന്നോ അതിലിവരെ പ്രഭുവാക്കി ദൈവം വാഴിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. സമസ്ത അനുഗ്രഹങ്ങളും നിൻ്റെ മക്കളുടെ മേൽ നിറയും. മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വരുന്ന 2ാം ശനിയാഴ്ച ഉണ്ടല്ലോ, തൃശ്ശൂരാണ് നമ്മൾ വരുന്നത്. ഒല്ലൂക്കര ഡോൺ ബോസ്കോ കോളേജിന് എതിർവശത്തുള്ള അശോക ഹാളിലാണ് നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നത്. 2ാം ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. അപ്പോൾ വരിക, ഒരുമിച്ച് ദൈവകൃപ നമുക്ക് അനുഭവിക്കാം. ധാരാളമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നു. കർത്താവിൻ്റെ സമൃദ്ധമായ കൃപ നിങ്ങളെ മൂടട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.